ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് നമ്മൾ ബേക്കറിയിൽ നിന്നും അല്ല മേടിക്കത്തിലെ വൈകുന്നേരങ്ങളിൽ ഷവർമ. അത് നമുക്ക് വീട്ടിലുണ്ടാക്കിയാൽ അതേ ടേസ്റ്റ് കിട്ടുമോ? എങ്ങനെയുണ്ട്? ഈ ലോക്ക്ഡൗൺ കാലത്ത് നമുക്കിപ്പം എവിടെയും പോയൊന്ന് മേടിക്കാനോ അല്ലെങ്കിൽ ആരുമൊക്കെ ഉണ്ടാക്കുന്നൊന്നുമില്ല. നമുക്കപ്പം വീട്ടിൽ ചെയ്ത് നോക്കാം എങ്ങനെ അത് പറ്റുമെന്ന്. അപ്പം അതിന് വേണ്ട കുബ്ബൂസും മയണൈസും എൻ്റെ മുമ്പ് ഞാൻ ആ വീഡിയോ ഇതിന് മുമ്പിൽ ഇട്ടിട്ടുണ്ട്. അപ്പം ഇപ്പം ആരെങ്കിലും അത് കണ്ടിട്ടില്ല എങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതിൻ്റെ ലിങ്ക് ഇടാം. അപ്പോൾ അതിൻ്റെ അകത്ത് വേണ്ട മസാലകളാണ് ഈ സാധനമാണ് ഞാൻ പറയാം. മിക്സില്ലേ, അതിൻ്റെ കാര്യമാണ് ഇനി ഞാൻ പറയാൻ പോകുന്നത്. അത് ഞാനിവിടെ എടുത്തിരിക്കുന്നത് ചിക്കൻ ചെറിയ ചെറിയ പീസിൽ മുറിച്ചെടുത്തിരിക്കുകയാണ്. അതൊരു 150 ഗ്രാം ഉണ്ട്. അതിലേക്ക് ഞാൻ ചേർക്കാൻ പോകുന്നത് 1 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇട്ടു, 1 ടേബിൾ സ്പൂൺ മുളക് പൊടി ഇട്ടു, 1/2 ടീസ്പൂൺ ഗരം മസാല ഇട്ടു, 1/2 ടീസ്പൂൺ പെപ്പർ പൗഡറും ഇട്ടു. ലാസ്റ്റായിട്ട് 1 പിഞ്ച് മഞ്ഞൾപ്പൊടി ഇട്ട് നമുക്ക് ജസ്റ്റ് ആദ്യം ഇതൊന്ന് ഇളക്കാം. ആവശ്യത്തിന് ഉപ്പ് ഞാനിവിടെ ചേർക്കുന്നുണ്ട്. അടുത്ത ഞാൻ 2 ടേബിൾ സ്പൂൺ തൈരാണ് ഇവിടെ ഒഴിച്ചു കൊടുക്കുന്നത്. 1 ടീസ്പൂൺ വൈറ്റ് വിനീഗർ കൂടെ ചേർത്ത് ഇതിനെ നമുക്ക് നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്യാം. വിനീഗർ വേണ്ടാത്തവർക്ക് നമ്മുടെ നാരങ്ങ പിഴിഞ്ഞൊഴിക്കാം. അപ്പം നമ്മളിത് നല്ലവണ്ണം മിക്സ് ചെയ്തിട്ട് ഇതൊരു 10 മിനിറ്റ് നമുക്ക് മാരിനേറ്റ് ചെയ്ത് വെക്കാം. അപ്പം നമ്മൾ ചിക്കൻ മാരിനേറ്റ് ചെയ്തത് 10 മിനിറ്റായി. ഇനി ഞാനിവിടെ പാനിൽ എണ്ണ ചൂടാകാൻ വെച്ചിട്ടുണ്ട്. എണ്ണ നല്ലവണ്ണം ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് ഓരോ പീസ് ഇതിലോട്ട് ഇട്ട് കൊടുത്ത് ഫ്രൈ ചെയ്ത ചിക്കൻ കൈ വെച്ച് തന്നെ പിച്ചി ചീന്തി എടുത്തു. ഇനി അതിലേക്ക് ഞാൻ സവോള ഇട്ട് കൊടുക്കുവാണ്. ഞാൻ ഒരു സവോള ചെറുതായിട്ട് അരിഞ്ഞത് ഇട്ട് കൊടുത്തു. പിന്നെ ക്യാരറ്റ് നീളത്തിൽ അരിഞ്ഞത്, പിന്നെ തക്കാളി, പിന്നെ നിങ്ങൾക്ക് വീട്ടിൽ ഇഷ്ടപ്പെട്ട വെജിറ്റബിൾ ഏത് വേണേലും എടുക്കാം. ഇതാണ് നമ്മുടെ ഷവർമയുടെ മിക്സ്. അത് നല്ലവണ്ണം ഒന്ന് നമുക്ക് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഞാനൊരു ബട്ടർ പേപ്പർ വെച്ചു. ബട്ടർ പേപ്പറിൻ്റെ മുകളിൽ കുബ്ബൂസ് വെച്ചു. പിന്നെ ഈ മയണൈസ് നമുക്ക് ഇതിലോട്ടൊന്ന് തേച്ച് കൊടുക്കാം. മയണൈസിൻ്റെ പുറത്ത് ഞാൻ ടൊമാറ്റോ കെച്ചപ്പും കൂടെ ഒഴിച്ചു കൊടുക്കുവാണ്. ഈ മിക്സ് നീളത്തിലോ എങ്ങനെയോ വെച്ച് കൊടുക്കാം. കൊടുത്തതിന് ശേഷം ഇതായി. നമുക്കിനി ഈ ബട്ടർ പേപ്പർ വെച്ച് ഇതൊന്ന് മടക്കിയെടുക്കാം. അപ്പോൾ നമ്മുടെ ഹോം മെയ്ഡ് ഷവർമ ഇവിടെ റെഡി ആയിരിക്കുകയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കാം. ഇപ്പോൾ ലോക്ക്ഡൗൺ ആയിരിക്കുന്ന സമയത്ത് കുഞ്ഞുങ്ങൾക്ക് നമുക്ക് വെറൈറ്റി ഫുഡ് ഉണ്ടാക്കി കൊടുക്കാം. ഞാൻ എൻ്റെ കുഞ്ഞിന് വേണ്ടി ഉണ്ടാക്കി ചെറിയൊരു ഷവർമ കണ്ടല്ലോ. അതുപോലെ നമുക്ക് വെറൈറ്റി ഷവർമയൊക്കെ ഉണ്ടാക്കി നോക്കാം. ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ചെയ്യണം. നിങ്ങൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ എത്രയും വേഗം സബ്സ്ക്രൈബ് ചെയ്യണം. അടുത്തൊരു റെസിപ്പിയുമായി നമുക്ക് ഉടനെ കാണാം. ടേക്ക് കെയർ.